ഹായ് ഓൾ, വെൽക്കം ടു സൈലം. കഴിഞ്ഞ തവണത്തെ CGL എക്സാം എടുത്താൽ അറിയാം, റീസണിങ്ങിൽ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്പർ അനോളജി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? റൈറ്റ്. ആദ്യം തന്നെ എന്താണ് നമ്പർ അനോളജി? സോ നമ്പർ അനോളജി അറിയുന്നതിന് മുമ്പ് അനോളജി എന്താണെന്ന് അറിഞ്ഞാൽ മതി. അനോളജി മീൻസ് വാട്ട്? സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്പർ അനോളജി ആകുമ്പോൾ എന്തായിരിക്കും? നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാവും. ആ സെയിം കണക്ഷനുള്ള മറ്റ് നമ്പറുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്പർ അനോളജി ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിൽ നമ്പേഴ്സാണ് ഉണ്ടാവുക എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ് അല്ലേ, 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യൂബ് നമ്പേഴ്സ് 1 മുതൽ 15 വരെയുള്ള അറ്റ്ലീസ്റ്റ് 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് നമ്മൾ അറിയണം. മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി വായിക്കാം. അപ്പോൾ നിങ്ങൾ ഡെയിലി നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഇതെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെയിലി 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് എന്നുള്ള രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യുക? റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് ഈ രീതിയിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. സോ അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് ബ്രേക്ക് ഒരു 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ത് ചെയ്യുക? എഫേർട്ട് എടുത്ത് പഠിക്കുകയൊന്നും വേണ്ട, ഡെയിലി ഇങ്ങനെ വായിച്ചു പോയാൽ മതി. സോ അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചില നമ്പേഴ്സ് കാണുമ്പോൾ ഓക്കെ ഇത് ഈ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ നോക്കണം, സ്ക്വയേഴ്സ് ക്യൂബ്സ് നമ്മൾ നോക്കണം. അതുപോലെ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് എടുക്കുക, അവരെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ മനസ്സിൽ ചെയ്ത് നോക്കാം. ഇനീഷ്യലി നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നും, ബട്ട് ഇവൻച്വലി എന്താവും? നമ്മുടെ സ്പീഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സമയം കളയണ്ട. ലെറ്റ് us dive into the very first question. യെസ്, ഇങ്ങനെയാണ് ചോദ്യം. 19 is related to 209 following a certain logic. Following the same logic, 27 is related to 297. To which of the following is 61 related to following the same logic എന്നാണ് ചോദ്യം. അതായത് 19ഉം 209ഉം എന്തോ രീതിയിൽ കണക്റ്റഡ് ആണ്, 27ഉം 297ഉം ഏതോ രീതിയിൽ കണക്റ്റഡ് ആണ്. അതേ രീതിയിൽ അല്ലേ, സെയിം ആയിട്ട് വരുന്ന കണക്ഷൻ 61നും ഏത് നമ്പർ ആയിരിക്കുമെന്നാണ് ചോദ്യം. മാത്രമല്ല ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. നോട്ടിൽ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നമ്പർ തരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹോൾ ആയിട്ട് വേണം നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ. ഉദാഹരണത്തിന് 19ന് നമ്മൾ 1, 9 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. 19 കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ 19 നമ്മൾ നോക്കുക, 19 നമ്മൾ എടുത്തു, 19 എന്താവാണ്? 209 ആവാണ്. നിങ്ങൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന് അറിയില്ലേ? അപ്പോൾ നോക്കുക, ഇൻറ്റു 11 ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? 9. അതുപോലെ എഴുതി 9 1 10. അപ്പോൾ അതിൻ്റെ 0 എഴുതി, ദെൻ 1 1 അല്ലേ, 2 209. സോ ഇൻറ്റു 11 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്തത് ഇതേ തന്നെയാണോ അടുത്തതിൻ്റെ ലോജിക്ക് നമുക്ക് വെരിഫൈ ചെയ്യണം അല്ലേ? 27 എഗെയിൻ ഉണ്ടാവുന്നുണ്ട്, 297 ആവുന്നുണ്ട്. സോ ഇൻറ്റു 11 തന്നെയാണല്ലേ? 7 + 2 9, ദെൻ 297 എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ എന്താ? 61 എന്താവും? സോ 61ന് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 11 ചെയ്താൽ മതി. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് അതുപോലെ എഴുതി 1, ദെൻ 6 1 കൂടെ ആഡ് ചെയ്തു 7, 6 അതുപോലെ എഴുതി 671. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പം നമ്മൾ ടേബിൾ ഇങ്ങനെ ഡെയിലി നോക്കുമ്പോൾ നമ്പേഴ്സ് കാണുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റൈറ്റ്. ഇവിടെ നോക്കുക, 149 213 ആയി മാറുന്നുണ്ട് അല്ലേ? 149ഉം 213ഉം എന്താണ് കണക്ഷൻ? അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിൽ, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. ചിലപ്പോൾ എന്താവാം? ഈ ആദ്യത്തെ നമ്പറിനെ സ്ക്വയർ ചെയ്യുന്നതാവാം, സ്ക്വയർ ചെയ്തിട്ട് എന്തെങ്കിലും കൂട്ടുന്നതാവാം, അല്ലെ ക്യൂബ് ചെയ്യുന്നതാവാം, എന്നിട്ട് എന്തെങ്കിലും കൂട്ടുന്നതായിരിക്കാം.
അല്ലാതെ ഒരു റാൻഡം ആയിട്ടുള്ള നമ്പർ കൊണ്ട് കൂട്ടുന്നതായിരിക്കാം, റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ കുറയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ അത് ഏകദേശം അടുത്തുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോ എങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം? നമ്മൾ എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഷോപ്പ് കീപ്പർ മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. അതായത് നമ്മൾ വിചാരിക്കുക ഒരു 17 രൂപയുടെ സാധനം നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 17 റുപ്പീസ്. നമ്മൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും, ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിലും നമ്മൾ ടിക്കറ്റിന് ഇപ്പോൾ 17 രൂപയാണ്, അപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തിരിച്ചു തരിക? ആദ്യം 3 രൂപ തരും അല്ലേ, യൂഷ്വലി 3 രൂപ തരും. എന്നിട്ട് അപ്പോൾ എന്താവും, 20 ആക്കും, ദെൻ ബാലൻസ് 80 രൂപ. സോ 83 ആയിട്ടാണ് അവർ തരിക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ആൻസർ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, 149 നിന്ന് നമുക്ക് എങ്ങോട്ട് എത്തണം, 213 എത്തണം. അപ്പോൾ 149 1 കൂട്ടിയാൽ 150 ആയി അല്ലേ, 1 ആയി, പിന്നെ ഒരു 50 കൂട്ടിയാൽ 200 ആയി. അപ്പോൾ 51 ആയി, പിന്നെ ഒരു 13 ആണ്. 51 13 64 കിട്ടിയോ? റൈറ്റ്, 64 കിട്ടി. ഇത് തന്നെയാണ് നോക്കാം. 168 എന്താവുന്നുണ്ട്, 232 ആവുന്നുണ്ട്. സോ 68 2 കൂട്ടുമ്പോൾ 70, പിന്നെ ഒരു 30 കൂട്ടിക്കഴിഞ്ഞാൽ 200. സോ 32 ഇവിടെ വന്നു, പിന്നെ ഒരു 32. സോ 64 കൃത്യമായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പറിൽ നമ്മളൊരു റാൻഡം ആയിട്ടുള്ള അല്ലേ 64 കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ ഓപ്ഷൻ എടുത്തു 144. 60 കൂട്ടിയാൽ തന്നെ 200 മുകളിൽ പോവും, ആൻസർ ആവില്ല. 162 64 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 6ൽ എൻഡ് ചെയ്യണം, ഒരിക്കലും ആൻസർ ആവില്ല. 153 64, 150 60 210, 4 3 7 217 കൃത്യമായിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ 3 നമ്പേഴ്സ് വന്നിട്ടുണ്ട്, 19 456 6 16 320 5. ഇങ്ങനെ നമ്പർ തരുമ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ യൂഷ്വലി 2 ചെറിയ നമ്പേഴ്സും ഒരു വലിയ നമ്പറും ആണെങ്കിൽ ഈ 2 ചെറിയ നമ്പേഴ്സിന് എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കാം വലിയ നമ്പർ ഉണ്ടാവുക. അതേപോലെ 2 വലിയ നമ്പറും ഒരു ചെറിയ നമ്പറും ആണെങ്കിൽ ആ 2 വലിയ നമ്പർ ചിലപ്പോൾ കുറച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടായിരിക്കാം മേ ബി ചെറിയ നമ്പർ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റികളിൽ ഒരു പോസിബിലിറ്റിയാണത്, അതങ്ങനെ ആവാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് 19 456 6 ഓക്കെ, 16 320 5 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 16 ഇൻറ്റു 2 32 ആണ്. സോ 16 ഇൻറ്റു 20 എത്രയാ, നമുക്കറിയാം 320 ആണ്. ഓക്കെ, സോ നമുക്ക് അതേപോലെ 19 ഇൻറ്റു 20 ആണോ 456 അല്ല. അപ്പം അങ്ങനെയല്ല 20 വന്നത്. 20 പിന്നെ എങ്ങനെ വരാം, 16 അതുപോലെ എഴുതി, ഈ 20നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ആക്കിക്കൂടെ, 5 ഇൻറ്റു 4 ആക്കിക്കൂടെ, 5 ഇൻറ്റു 4 ആക്കിക്കൂടെ, അപ്പോഴും കറക്റ്റ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്താലോ. ആദ്യത്തെ നമ്പർ 19 അതുപോലെ എഴുതി നോക്കുക, 19 അതുപോലെ എഴുതി, ഇൻറ്റു രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്പർ എത്ര, ഇവിടെ 6 ആണ്, ദെൻ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ മിഡിൽ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെയും അവസാനത്തെയും നമ്പർ കുറിച്ചിട്ട് എക്സ്ട്രാ ഒരു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 19 ഇൻറ്റു 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 19 ഇൻറ്റു 24. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, 20 ഇൻറ്റു 24 ചെയ്യുക, 24 ഇൻറ്റു 10 240 ആവും. ഇതെന്താവും, 20 ആവുമ്പോൾ 480 ആവും. 20 24 ആകുമ്പോൾ നമുക്ക് 480, നമുക്ക് 19 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു 24 കുറയ്ക്കണം. സോ 480 നിന്ന് 24 കുറയ്ക്കുമ്പോൾ 456 കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു എക്സ്ട്രാ 4 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിഡിലുള്ള സെൻറ്ററിലുള്ള നമ്പർ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എടുത്തിട്ട് 18 ഇൻറ്റു 9 ഇൻറ്റു 4 എന്ത് വരും, 18 ഇൻറ്റു 36. സോ 18 ഇൻറ്റു 36 ചെയ്യുമ്പോൾ 20 ഇൻറ്റു 36 ചെയ്യുക അല്ലേ. അപ്പോൾ 36 ഇൻറ്റു 10 360. അപ്പോൾ 20 ആകുമ്പോൾ എന്താവും, 720 ആവും. ആ 720 എന്ന് എത്ര കുറയ്ക്കണം, 2 36 കുറയ്ക്കണം, അതായത് 72 കുറച്ചാൽ മതി. 720 എന്ന് 20 കുറയ്ക്കുക, അപ്പോൾ എന്തായി, 700 ആയി. 72 ആണ് കുറയ്ക്കേണ്ടത്, 20 കുറച്ചുള്ളൂ. ഇനി ഒരു 52 കൂടെ കുറയ്ക്കുമ്പോൾ 648 കൃത്യമായിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സോ എന്ത് സിമ്പിൾ ആണല്ലേ. അപ്പം നമ്പേഴ്സിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഈ പറയുന്ന നമ്പർ അനോളജിയും നമ്പർ സീരീസ് ഒന്നും പിന്നെ ഒന്നുമല്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 12 145 വെരി സിമ്പിൾ തിങ് അല്ലേ. ഒരു നമ്പർ നോക്കുമ്പോൾ ഏതൊരു നമ്പർ കാണുമ്പോഴും നമ്മൾ
അതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയറിനടുത്തുള്ള നമ്പറുകൾ നമ്മുടെ മനസ്സിൽ വരണം. അത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എഫേർട്ടൊന്നും അതിന് വേണ്ട. ഡെയിലി നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പറൊക്കെ വായിച്ചാൽ മതി. ഭയങ്കര എഫേർട്ട് ഇട്ട് പഠിക്കുകയൊന്നും വേണ്ട. ഡെയിലി നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് 1 രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 145. 9 സ്ക്വയർ പ്ലസ് 1 എന്താണ്? 82. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക, 8 സ്ക്വയർ പ്ലസ് 1 ആണോ? അല്ല. 14 സ്ക്വയർ പ്ലസ് 1 എന്താ? 14 സ്ക്വയർ പ്ലസ് 1 ആണ്. 196 197. സോ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ഇതെല്ലാം നമ്മുടെ CGL TR 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് മിക്ക ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് റാൻഡമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. എഗൈൻ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഭയങ്കര ചെറുതും ഒരു വലുതും എന്നൊന്നും പറയാനില്ല. അപ്പം മേ ബി ഇവരെ എന്തെങ്കിലുമൊക്കെ കൂട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. റൈറ്റ്. അപ്പോൾ ആദ്യത്തെ 2 കൂട്ടി കഴിഞ്ഞാൽ 34 47 എന്ത് വരും? 81. ആ 81ൻ്റെ പകുതിയോ അങ്ങനെയൊന്നും ആണോ? 62 അല്ല. അങ്ങനെയാണെങ്കിൽ 34 62 കൂടെ കൂട്ടിയാലോ? 96 അല്ലേ. 34 പ്ലസ് 62 എന്ത് വന്നു? 96 ബൈ 2 എന്ത് വന്നു? 96 ബൈ 2 48. ദെൻ -1 എന്ത് വന്നു? 47. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും നമ്പറിനെയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് 1 കുറച്ചാൽ മിഡിലുള്ള നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? വെരിഫൈ ചെയ്യണം. 119 പ്ലസ് 167 ബൈ 2 -1 എന്താ വരുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ. 119 167 എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. 119 ഞാൻ 167 1 എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്തായി? 120 ആയി. 120 166 എന്താ? 120 166 286. അതിൻ്റെ പകുതി 143. 1 കുറയുമ്പോൾ 142. കൃത്യമായിട്ട് അത് തന്നെയാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ എടുക്കുക. ഏത് ഓപ്ഷനാണ് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ 99 64 എങ്ങനെയാവും? 99 64 1 കൊടുത്താൽ മതി. അപ്പോൾ 163 ആയി. 163ൻ്റെ പകുതി എന്നിട്ട് 1 കുറയ്ക്കുമ്പോൾ 78 ആണോ? അല്ല. അടുത്ത് നോക്കുക. 79 119. അപ്പോൾ 119 നിന്ന് 79 1 കൊടുത്താൽ 120. ഈ 120 ഇവിടെ 78 കൂടെ 198 ആയി. 198ൻ്റെ പകുതി എത്രയാണ്? 198ൻ്റെ പകുതി എത്രയാ? 198ൻ്റെ പകുതി 99 -1 98. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. കാരണം 70 ഇവിടെ എഴുതാം. 79 പ്ലസ് 119 ബൈ 2 -1 നമുക്ക് 98 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഇതേ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചില ഷിഫ്റ്റുകളിലെല്ലാം 3 ചോദ്യങ്ങൾ വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്പർ സീരീസും ചോദിക്കും, നമ്പർ അനോളജി ചോദിക്കും. സോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്പേഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് കിട്ടും? ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പോൾ CGL നോട്ടിഫിക്കേഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എക്സാം കുറച്ച് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏർലിയർ കലണ്ടർ പ്രകാരമല്ല കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു വേർട്ടിക്കൽ SSC RRB ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളതുപോലെ എക്സാമിന് ഒരു 3 മാസം മുമ്പ് നമ്മൾ CGL സ്പ്രിന്റ് ബാച്ച് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് അഡ്മിഷൻസ് ആയിരുന്നു. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു. കുട്ടികൾ ജോയിൻ ചെയ്യാമെന്ന് മാത്രമല്ല, ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ അവിടെ സ്കോർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ജോലി നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ആരൊക്കെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കാണ് ആ ഒരു പാക്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൾസോ ഈ പറയുന്ന ടൈം ബൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു ആ ഒരു ബാച്ചിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ സ്കോറ് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതുപോലെ ഒരു സ്പ്രിന്റ് ബാച്ച് ഉണ്ടോ, അതുപോലെ നമുക്ക് അവസാന നിമിഷം ഓഫ്കോഴ്സ് നമുക്കറിയാം ഒരു 3 months അല്ലേ, ആ ഒരു രീതിയിലാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നെ ഓഫ്കോഴ്സ് നമുക്കറിയാം ഇപ്പോൾ GKൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാസ്റ്റ് ആണ്. ബട്ട് അഗൈൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ആഡ് ഓൺ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് യെസ് ഫോർ ദ കമ്മിങ് CGL എക്സാം നമ്മുടെ പുതിയ ബാച്ചാണ്
SSC-CGL മാസ്റ്റേഴ്സ് ബാച്ച്. അപ്പോൾ ഇതിലുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അല്ലേ, നല്ലൊരു സീൻ കാണുകയാണ്, നല്ലൊരു ഓഫീസർ, നല്ലൊരു ഗവൺമെൻറ് ഓഫീസറിൻ്റെ ഒരു ഡയലോഗ് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും അല്ലേ. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ അല്ലെ CBI ഓഫീസർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം ഉണ്ടല്ലോ. ആ രോമാഞ്ചം ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, നല്ല രീതിയിലൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, പല കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഈ കൺഫ്യൂഷൻസിൻ്റെ എല്ലാം ഉത്തരവെന്ന് പറയുന്നത് ഈ കാണുന്ന SSC-CGL മാസ്റ്റേഴ്സ് ബാച്ചാണ്. സോ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 200+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ GK കേസിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ അല്ലേ. മാത്സും റീസണിങ്ങും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓഫ്കോഴ്സ് നമുക്കറിയാം മാത്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ റീസണിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. ഡെയിലി 3 to 4 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ആൻഡ് ഓഫ്കോഴ്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടും, എന്തായാലും കുറയില്ല, കൂടും. അതുപോലെ വീക്ക്ലി 6 to 7 days ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദീസ് ഫോർ ജസ്റ്റ് 1,999. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വരണമെന്നില്ല. ബട്ട് അഗൈൻ നമ്മൾ എന്താവണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ലൈക്ക് എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിലൊരു ജോലി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിന് ഹിൻഡ്രൻസ് ആയിട്ട്, അതിന് തടസ്സമിടാൻ ആര് ശ്രമിച്ചാലും പറ്റില്ല. ബട്ട് ഒരാൾ ശ്രമിച്ചാൽ പറ്റും, അതാരാണെന്നറിയോ, നമ്മൾ തന്നെയാണ്. നിങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ നമ്മുടെ കൗരവരും പാണ്ഡവരും രണ്ടായിട്ട് അല്ലെ ഡിവൈഡായി. അപ്പോൾ കൗരവരും പാണ്ഡവരും യുദ്ധം നടക്കുന്ന സമയത്ത് കൗരവരോട് ചോദിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണനെ വേണോ അതല്ല നാരായണീ സൈന്യം വേണോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്തായിരുന്നു എന്തായിരുന്നു ചൂസ് ചെയ്തത്? നാരായണീ സൈന്യം. കൃഷ്ണനെ വേണ്ട. ദുര്യോധനൻ പറഞ്ഞു കൃഷ്ണനൊന്നും വേണ്ട, നാരായണീ സൈന്യം മതി. ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ഏറ്റവും ഒരുപാട് ഐരാവതങ്ങളും ഒരുപാട് വലിയ ഒരു സൈന്യമാണ് നാരായണീ സൈന്യം. നാരായണീ സൈന്യത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പാണ്ഡവരുടെ കൂടെ ആരായിരുന്നു? ശ്രീകൃഷ്ണനായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ആരാണ് ജയിച്ചത്? പാണ്ഡവർ തന്നെയാണ്. അപ്പം ധർമ്മം നമുക്കവിടെ മാറ്റി നിർത്താം. അപ്പം നമ്മൾ എത്ര നല്ല കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന നാരായണീ സൈന്യമാണ് SSC-CGL മാസ്റ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അതിലെല്ലാം ബെസ്റ്റ് സാധനങ്ങളാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരാളുണ്ടല്ലോ, ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് നിങ്ങളെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്കിതാവണമെന്ന് പറഞ്ഞ് ഈ ബാച്ച് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആരാവണമെന്ന് വിചാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോണ്ടന്റ് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താവാം, ഈ പറയുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രീമിയമായിട്ട് നമ്മൾ കാണുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു സൂൺ.